കോൺഗ്രസ് ആരോപിക്കുന്ന ഇതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതായത് ഈ UDF കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് വൈകിപ്പിക്കാനും ആളെ തിരിച്ചുവിടാനും വേണ്ടി ഇടത് ജീവനക്കാർ അതിന് ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ 11:30 വരെ പോളിംഗ് നീണ്ടു. ഈ ചൂട് കാലത്ത് രാത്രി 12 മണിയായാൽ പോലും ചൂടിന് ശമനമില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും ഈ ആളുകളെ മണിക്കൂറുകളോളം പൊരിവെയിലത്ത് നിർത്തി പോളിംഗ് കുറക്കാനും ആളുകൾക്ക് മടുപ്പുണ്ടാക്കാനുമൊക്കെയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിന് ഇലക്ഷൻ കമ്മീഷനും കൂടി സഹകരിച്ചോ എന്നത് ആലോചിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മറ്റൊരു കാര്യം ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു കാലങ്ങളായിട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. അത് ശരിവെക്കുന്നതാണോ? UDF ഇക്കാലം അത്രയും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഓരോ ദിവസം കഴിയുന്നതും ശരിയാണ് എന്ന് തെളിയിച്ചു വരികയാണ്. ഇടതുപക്ഷ മുന്നണിയും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള അന്തർധാര ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. അത് ഇപ്പോൾ തെളിഞ്ഞു വരുന്നു, സ്വയം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ജാവേദ്കറുമായി EP ജയരാജൻ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പ്രകാശ് ജാവദേക്കറെ നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൊതുചടങ്ങിലാണ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 5-6 മാസക്കാലത്തിനിടയ്ക്ക് മന്ത്രിയല്ലാത്ത, കേന്ദ്രത്തിലെ പ്രോട്ടോക്കോളൊന്നും ഇല്ലാത്ത പ്രകാശ് ജാവദേക്കറെ എവിടെ വെച്ചാണ് മുഖ്യമന്ത്രി കണ്ടത്? ഏത് പൊതുചടങ്ങിൽ വെച്ചാണ് അടുത്ത കാലത്ത് അവർ ഒരുമിച്ചിരുന്നത്? കേരളത്തിലെ പത്രക്കാർക്ക് അറിയാലോ. നിരവധി തവണ കണ്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. അതിനർത്ഥം EP ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടും അറിവോടും കൂടി തന്നെയാണ്. യാതൊരു സംശയമില്ല. ഇപ്പം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് രാവിലെയെങ്കിലും പുറത്തു വന്നപ്പോൾ EPയുടെ മേൽ കുറ്റം ചാർത്തി മറ്റുള്ളവർ EPയെ ബലിയാടാക്കി മറ്റുള്ളവർ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിലെ മുഖ്യപ്രതി മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ചർച്ച നടന്നത്. ആ ചർച്ച തകർന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്. BJPക്ക് 1-2 സീറ്റുകൾ വിജയിപ്പിച്ച് പകരം സീറ്റുകളിൽ BJPയുടെ വോട്ട് വാങ്ങാനുള്ള ചർച്ചകളാണ് നടന്നത്. അല്ലാതെ വ്യക്തിപരമായി EPയും ജാവേദ്കറും തമ്മിലുള്ള ചർച്ചയല്ല. പിണറായിയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഈ ചർച്ച നടന്നത്. ജാവേദ്കറും EPയും തമ്മിലുള്ള ചർച്ചയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജൻ നടത്തിയ ചർച്ചയാണ്. അതാണ് പാപ്പിയോടൊപ്പം ശിവൻ നിന്നാലും ശിവനും പാപ്പിയാവുമെന്ന് പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാറുമായി EP നടത്തിയ ചർച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് ദല്ലാൽ നന്ദകുമാറും EP ജയരാജനും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ചാണ്. പ്രകാശ് ജാവദേക്കറും EP ജയരാജനും തമ്മിലുള്ള ചർച്ചയെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് അത്തരമൊരു ചർച്ച നടന്നത്. മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജനെ പോലെയുള്ള ഒരു CPM നേതാവ് ഇത്തരമൊരു ചർച്ച നടത്തുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല, അവരെന്നെ പറഞ്ഞു ലാവ്ലിൻ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് ജാവദേക്കർ പറഞ്ഞു. അപ്പോൾ ചർച്ചകൾ എങ്ങനെയാണ് പോയത്, എവിടെയാണ് എത്തിയത് എന്നതൊക്കെ വളരെ വ്യക്തമാണ്. ഇതാണ് നേരത്തെ UDF പറഞ്ഞത്. BJPയും നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, നേരത്തെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. അത് അവരെക്കാൾ കൂടുതൽ കേരളത്തിലെ ഉത്ബുദ്ധരായ മതേതര വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ജൂൺ 4-ാം തീയതി കാണാനും കഴിയും.